പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും. നാളെ നേരം വിളിക്കുമ്പോൾ കഹ്ഫ്, അടുത്ത ആഴ്ച വരെ നീ ഇൻഷുറൻസ്, അള്ളാഹു നിനക്ക് ഇൻഷുറൻസ് പ്രത്യേക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് ഒരു ഇടങ്ങാറില്ല. അള്ളാഹു ദജ്ജാലിന്റെ ഫിത്ന ഫസാദിൽ നിന്ന് വരെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നീ പാരായണം ചെയ്യും. ഇതൊക്കെ എന്തിനുള്ളതാ? ഇല്ല എങ്കിൽ ഈ ഖുർആൻ നാളെ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചോട്. നമ്മുടെ പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചോട്. സൂറത്തുൻ നൂർ നബി തങ്ങൾ പറഞ്ഞില്ലേ, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബത വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കുക. ഭൗതികമായ കൂടുതൽ വിദ്യ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, നെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, വാട്സ്ആപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, IMO കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിച്ചോട്. ഭൗതികമായ കൂടുതൽ ഇൽമ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞ വാക്കാ, വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബത. കൂടുതൽ നിങ്ങൾ ഇൽമ പഠിപ്പിക്കണ്ട, കൂടുതൽ ഭൗതികം പഠിപ്പിക്കണ്ട. അതാ പറഞ്ഞത്. ആവശ്യത്തിന് പഠിപ്പിച്ചോ. കൂടുതൽ ഭൗതികം പഠിച്ചാൽ കഴിഞ്ഞാൽ വാപ്പാക്ക് മകളെ നഷ്ടപ്പെടും, ഉമ്മാക്ക് മകളെ നഷ്ടപ്പെടും, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടും. യാതൊരു സംശയമില്ല. അത് ഇസ്തിംബാത്ത് ചെയ്തിട്ട് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിന്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നങ്ങനെ പറഞ്ഞത്. യാഥാർത്ഥ്യമല്ലേ? ഹർത്താലായാലും ബന്ധായാലും ഈ നാട്ടിൽ എന്തെല്ലാം പണിമുടക്കായാലും പെണ്ണ് രാവിലെ ഒരു പലക പോലത്തെ ഒരു മൊബൈൽ എടുത്തിട്ട് ഒരു ബാഗും തൂക്കിയിട്ടിട്ട് നേരെ പോകുന്നു. നമ്മുടെ ടെക്നോ പാർക്കിൽ പ്രത്യേക സ്പെഷ്യൽ ക്ലാസ്, 5 സ്റ്റാർ ഹോട്ടലിൽ സ്പെഷ്യൽ ക്ലാസ് ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുക. പോവാ. പാവം പഠിച്ച OBC വാപ്പായും ഉമ്മായും ശരിയാ, അവള് പോട്ടെ, അവളെ കൊണ്ട് നമുക്ക് ആകപ്പാട് ബാധ്യതയുള്ളൂ. അവള് ഇഗ്നോയിലോ ഒക്കെ പോയിട്ട് കുറച്ച് കാശുണ്ടായിക്കൊണ്ട് വരട്ടെ. പഠിച്ചോനെ, നമുക്ക് അവളെ കൊണ്ടല്ലാതെ വേറൊരു ഫായ്ദ നമുക്കില്ല. പൈസ വാപ്പാക്കല്ല കൊണ്ടുവരിക, അപ്പുറത്തെ വീട്ടിലെ ശങ്കരകുട്ടിക്ക് കാശുണ്ടായിക്കൊണ്ട് പോവാ. വാപ്പ ഇരുന്നാൽ മതി. വാപ്പ പള്ളിയിൽ പോയി നിക്കറും ചൊല്ലി സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വാപ്പാക്ക് മാതാപിതാക്കൾക്ക് ഇന്നില്ല, ഫായ്ദയില്ല. മക്കളെ കൊണ്ട് എന്ത് ഫായ്ദ? ആരാ പഠിപ്പിച്ചത്? മാതാപിതാക്കളുടെ വഴികളിൽ നിന്ന് അവരെ തെറ്റിച്ചുവിട്ട് ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള വഴികളെല്ലാം തുറന്നുവിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എത്രയോ വിദൂരത്ത് നിന്ന്, സ്വന്തം സംസ്ഥാനത്ത് നിന്ന് പോലും കണ്ണെത്താ ദൂരത്ത് വലിയ ഹോസ്റ്റലുകളിൽ, വലിയ സ്ഥാപനങ്ങളിൽ ഭീമമായ തുകകൾ നൽകി നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കൾ ആ പെൺകുട്ടികളുടെ അവസ്ഥ പോലും അന്വേഷിക്കാറില്ല. അവൾ പറയും, ഞാൻ ഇന്നതാണ്, ഞാൻ മറ്റാണ്, ഇപ്പൊ IAS കാരിയായി വരും, ഞാൻ ഇപ്പൊ IPS കാരിയായി വരും, ഉപ്പ രാഹത്തായിട്ടിരുന്നോളും, ഞാൻ അടുത്ത ആഴ്ച അവിടെ എത്തും. അങ്ങനത്തെ കാര്യങ്ങൾ അടുത്ത ആഴ്ച അവിടെ എത്തും. അവളവിടെ എത്തും. അവിടെ ആയിരിക്കും, ഉപ്പാൻ്റെ അടുത്തോട്ടല്ല, അവിടെ ആയിരിക്കും എത്തുന്നത്. നിയമം നല്ല നടക്കുക. അനുവിധങ്ങൾ പറഞ്ഞ വാക്കിന് വല്ല തെറ്റുണ്ടോ? ഇന്നത്തെ പെൺകുട്ടികൾ പോകുന്ന പോക്കിന് പ്രസംഗിക്കാനല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാഷണം നടത്താന്നല്ലാതെ, ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതല്ലാതെ, മാതാപിതാക്കളല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് മഹല്ലത്തിൽ ഇറങ്ങിയാലും, എവിടെയെങ്കിലും ഒരു മൂത്രമൊഴിക്കാൻ ഇറങ്ങിയാലും ഓടി വന്നൊരു ജനങ്ങൾ നമ്മളോട് പറഞ്ഞു, ഉസ്താദേ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ്, പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ്. അപ്പൊ ഞാൻ പറയും, ഇനി ഖുർആനോ ഹദീസോ ആയത്തുകളോ ഒന്നുമില്ല, പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. അവരവരുടെ മാതാപിതാക്കളാണ് തന്റെ മക്കളെ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അവരെ നിയന്ത്രിക്കേണ്ടതും മാതാപിതാക്കളാണ്. അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്. ഈ പെണ്ണ് എവിടേക്കാണ് പോകുന്നത്? ഈ പെണ്ണിന് ആവശ്യമുള്ള മൊബൈലാണോ? ഈ പെണ്ണിന്റെ മൊബൈൽ എന്തെല്ലാം ഉണ്ട്? ഇവൾക്ക് വരുന്ന മെസ്സേജ് എന്താണ്? ഇവൾക്ക് വരുന്ന ഇമെയിൽ എന്താണ്? ഇത് അറിവുള്ളവരെ കൊണ്ട് നോക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത മാതാപിതാക്കളുടെയാണ്. ഇത് മള്ളിയിലെ മൊയ്ലിയാരുടെ ബാധ്യതയല്ല. നമുക്ക് ഈ നാട്ടുകാരി പെണ്ണുങ്ങളെ മുഴുവൻ നന്നാക്കേണ്ട ബാധ്യത നമുക്കുള്ളതല്ലാതെ നമുക്കത് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക. നബിയെ ഉപദേശിക്ക്. ഉപദേശം മുഅ്മിനാണെങ്കിൽ അവന് പ്രയോജനപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു, ഭൗതികമായ കൂടുതൽ വിദ്യ നൽകി നമ്മുടെ പെണ്ണുങ്ങളെ നിങ്ങൾ വാഴ്ത്തരുത്, അത് നിങ്ങൾക്ക് ഇടങ്ങേറായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിനൊരു പുച്ഛമായി തോന്നി. ഇന്ന് മനസ്സിലാക്കുന്നില്ലേ? കല്യാണ സദസ്സിൽ നിന്ന് പോലും തന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഒളിച്ചോടിപ്പോകുന്ന നാണം കെട്ട യുഗത്തിലേക്ക് ഈ സമുദായം തിരിഞ്ഞുപോയെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ, ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് സ്വന്തം മാതാപിതാക്കളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിനെയും കുഫറിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമുദായം അധപ്പതിച്ചു പോയില്ലേ? ആര് പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ വാക്കാ, സംഭവിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ ലോകം അസ്തമിക്കൂല. ലാ തഖൂമു
ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നമ്മുടെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ, അവരുടെ ആദർശത്തെ കിടപിടിക്കാതെ, ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബീന റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞല്ലേ, സംഭവിച്ചല്ലേ പറ്റുള്ളൂ. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. മറ്റൊരു ഹദീസിൽ നബി പറയുന്നു, ലാ തഖൂമുസ്സാ ഹത്താ തൽതരിബ അൽയാതു നിസാഇ അൽഔസാൻ. പെണ്ണുങ്ങള് അവരുടെ പ്രതിഷ്ഠ, അമ്പലങ്ങളിൽ പോയിട്ട് പ്രതിഷ്ഠകളുടെ മുന്നിൽ തന്റെ പൃഷ്ഠഭാഗം വെച്ച് അവരവിടെ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളിൽ നിന്ന് കാണാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദർശങ്ങളെ പിൻപറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്റെ സമുദായത്തിലെ നാരിമാർ ഏറ്റെടുക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അതല്ലേ ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവനെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് പൂച്ചെണ്ട് കൊടുത്തിട്ട് അവരുടെ സുജൂദ് ചെയ്ത നെറ്റിത്തടത്തില് ചന്ദ്രക്കുലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനക്കുറികളൊക്കെ വാരിപ്പരട്ടിയിട്ട് ആ പരിശുദ്ധമായ ആദർശത്തെ പണയപ്പെടുത്തുന്ന രീതി നമ്മൾ ഇന്ന് നേരിൽ കാണുന്നുവെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ നമ്മുടെ മുന്നിൽ അറിയിച്ചെന്ന സത്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ പോയി ആടുവെന്ന് പറഞ്ഞു പെണ്ണുങ്ങള്, അവരുടെ ദുബർ കൊണ്ടിട്ട് അവിടെ ആട്ടുവെന്ന്. അത് തന്നെ ഇന്ന് സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം സമ്മതിക്കണം. ശരി തന്നെയാണ്. അല്ല, അദ്ദേഹം വെറുതെ പറഞ്ഞാൽ ശരിയല്ലേ? ലളിതങ്ങൾ പറഞ്ഞ നോക്കല്ലേ, അന്ത്യനാളല്ലേ നമ്മുടെ വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ലളിതങ്ങൾ പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ആവശ്യമില്ലാത്ത ഇൽമ് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അള്ളാഹെ കുറിച്ച് പഠിപ്പിക്കുക, റസൂലിനെ കുറിച്ച് പഠിപ്പിക്കുക, നബിയെ കുറിച്ച് പഠിപ്പിക്കുക, ആഖിറത്തെ കുറിച്ച് പഠിപ്പിക്കുക, ഖബറിനെ കുറിച്ച് പഠിപ്പിക്കുക, മഹ്ശറിനെ കുറിച്ച് പഠിപ്പിക്കുക, ഖബറിൽ വരുന്ന തീയെ കുറിച്ച്, ഖബറിൽ വരുന്ന പാമ്പിനെ കുറിച്ച് പഠിപ്പിക്കും. മക്കളെ പഠിപ്പിച്ചോളൂ ഖബറിലെ പാമ്പിനെ കുറിച്ച്. വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എൻ്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളൊന്ന് കേൾക്കണേ. ഹദീസാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ യാഥാർത്ഥ്യമാ. നാളെ മരണപ്പെട്ടു പോകുന്ന ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു തരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. പാപം ചെയ്ത് ഖബറിലേക്ക് വരുന്നവരെ ജാഗ്രത, ജാഗ്രത, നിങ്ങൾക്ക് നാശമാണ്. പാപം ചെയ്തിട്ട് ഖബറിലേക്ക് വാ, പാപം ചെയ്തിട്ട് ഖബറിലേക്ക് വാ, അവർക്ക് നാശമാണ്. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. അവർക്ക് ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് കറുത്ത പാമ്പുകളാണ്. കറുത്ത പാമ്പ്. കർണാടകയിൽ ലോകത്തെ ഏറ്റവും വലിയ കിങ് കോബ്രയെ പിടിച്ചു. കിങ് കോബ്ര ലോകത്തെ ഏറ്റവും വലുതാണ്. എത്രയോ പൊക്കം മനുഷ്യനേക്കാളും. ഇതൊക്കെ ദുനിയാവ് നമുക്കത് നേരിട്ട് കാണിച്ചു തന്നാല് ആഖിറത്തിൽ ഖബറിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു. എന്തായിരിക്കും? നമ്മുടെ പെണ്ണുങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഇസ്ലാമിനെ, ഷിആറിന്റെ ശരീഅത്തിനെ പണയം വെച്ചിട്ടല്ലേ പോണത്. ആരെല്ലാം അറിയുന്നുണ്ടോ? ബാബാ അല്ല പറയല്ലേ, നുംലി ലഹും ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ. അങ്ങനെ അങ്ങോട്ട് ചെയ്യട്ടെ. കുറെ അവളെ തെറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നല്ല പോലെ കുറെ അങ്ങോട്ട് ചെയ്യട്ടെ, ശിർക്കട്ടെ, അങ്ങനെ ശിർക്കട്ടെ, പിടിക്കാൻ വിടൂല. അല്ല എന്റെ പൊന്നു മോളെ, ഖബറിലേക്ക് അതിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ
സുവദ്. കറുത്ത പാമ്പുകൾ നിന്നെ തേടിയ കബറിലേക്ക് വരികയാ. അവിടെ നിലവിളിച്ചാൽ ആ നിലവിളി കേൾക്കാൻ മറ്റാരുമില്ല പെങ്ങളെ. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാനോ എഴുന്നേറ്റ് പോകാനോ കഴിയാത്ത അവസ്ഥയിലാ. ആ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. കറുത്ത പാമ്പുകൾ നിന്നെ തേടിയെത്തുകയാണ്. യഖറുസാനിഹി, രണ്ട് ഭാഗത്തു നിന്നും ആ പാമ്പ് നിന്നെ കൊത്തുകയാ. ഹത്താ വസതാ, നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ നീ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ റബ്ബിർജിഊൻ റബ്ബിർജിഊൻ. ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ പ്ലീസ്. പടച്ചവനെ അറിയാതെ സംഭവിച്ചു അല്ലാ, മാപ്പാക്കണേ റബ്ബേ, എന്നെ സിർക്ക് വെക്കില്ല അല്ലാ, വിളിച്ചോടില്ല അല്ലാ, എന്റെ വാപ്പായും ഉമ്മ ഞാൻ വഞ്ചിക്കില്ല പടച്ചവനെ പ്ലീസ്. അവിടെ പ്ലീസും ഉള്ളി ഉരിപ്പ് പരിപാടി അവിടെ നടക്കൂല. അപ്പോ ആ പണി അവിടെ നടക്കൂല. അവിടെ പോകുമ്പോൾ വിളിച്ചു പറയും, വിളിച്ച് പറയുന്ന രംഗ അവിടെ പറയുന്ന രംഗം അത് കാണുമ്പോൾ തന്നെ സാധനം എന്ന് അല്ലാ ഇങ്ങനെ വരും. പത്തി വിടത്തിക്കൊണ്ട് 5 9 തലയാ, ഒരു തലയല്ല. ലികുല്ലി ഹയ്യത്തിൻ തിസ്അതു റൂസ് വഫീ റിവായത്തിൻ സബ്അതു റൂസ്. 7 തലയുള്ള പാമ്പ്, 9 തലയുള്ള പാമ്പ്. നെറ്റടിച്ചു നോക്ക്, 2 3 തലയുള്ള പാമ്പുണ്ട്. ഇരുതല മൂരി, ഇരുതല മൂരി എന്നല്ലേ, അങ്ങനെ 2 തലയുള്ള പാമ്പ് തന്നെ ഉദാഹരണല്ലേ? ഉദാഹരണം 2 തലയുള്ള പാമ്പ് തന്നെ ഇപ്പൊ തന്നെയാണ്. നെറ്റടിച്ചു നോക്കിയാൽ 2 3 തലയുള്ളതിനൊക്കെ കാണാം. ഇതൊക്കെ ഉദാഹരണല്ലേ? അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ? ലികുല്ലി ഹയ്യത്തിൻ തിസ്അതു റൂസ്. ഓരോ പാമ്പിനും 9 തലകളാണ്. ഓ പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹ് ഓലപ്പാമ്പ് കാണുമ്പോൾ പേടിക്കുന്ന നമ്മളെ കബറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എവിടെ നോക്കാണ്? അല്ലാഹ് എന്തായിരിക്കും രംഗം? നാലൊന്ന് ചിമ്മന്ന് രാത്രി ലൈറ്റ് അണച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ഒളിച്ചോടി പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോ. ലൈറ്റൊക്കെ അണച്ചിട്ട് ഇങ്ങനെ വരും, 2 സൈഡിൽ ഇങ്ങനെ വരും, 2 സൈഡിൽ നിൽക്കും, ഇങ്ങനെ കത്തി പിളർത്തി ഇങ്ങനെ നിൽക്കും, നടുക്കിങ്ങനെ നടക്കുക. അല്ലാഹ് എങ്ങോട്ടോടും? കാമുകനുമില്ല കാമുകയില്ല, എല്ലാം തീരും ദുനിയാവിൽ തന്നെ, എല്ലാം തീരുന്ന സംഭവം. എല്ലാം കൊണ്ട് മയ്യത്താക്കി താഴെ കൊണ്ട് വെച്ചിരിക്കുകയാണ് സംഭവം. പോ ശിർക്കിന്റെ പിന്നാലെ, പോ ശിർക്കിന്റെ പിന്നാലെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പരിശുദ്ധമായ മതത്തിന്റെ ഒരു മകനായി മകളായി അല്ലാഹു ഈ ഭൂലോകത്ത് നിന്നെ അവതരിപ്പിച്ചു. അല്ലാഹു നിന്നെ പരിചയപ്പെടുത്തിയ ദീനുൽ ഇസ്ലാം, സത്യത്തിന്റെ മതമായ പരിശുദ്ധമായ ദീൻ. ആ ദീനുൽ ഇസ്ലാം ശുദ്ധിയുടെ മതമാണ്, വൃത്തിയുടെ മതമാണ്, പരിശുദ്ധിയുടെ മതമാണ്, പാവനത്തിന്റെ മതമാണ്, ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പെടുത്ത കഴിയണമെന്ന് പഠിപ്പിച്ച മതം. വേറെ ഏത് മതം പഠിപ്പിച്ച മോളെ? ഹൈദ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം, നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ച മതം, മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതം, കുഞ്ഞുമക്കളോട് എങ്ങനെ കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതം, അയൽവക്കക്കാരോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതം, സഹകരിക്കണമെന്ന് പഠിപ്പിച്ച മതം. പരിശുദ്ധമായ ശരീഅത്ത്. കക്കൂസിൽ കയറുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം, കക്കൂസിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം, ഇറങ്ങുന്ന സമയത്ത് ഏത് കാലെടുത്ത് വെച്ചിട്ട് ഇറങ്ങണം, കുളിക്കുന്ന സമയത്ത് എങ്ങനെ കുളിക്കണം, വിവസ്ത്രനായി കുളിക്കാൻ പാടില്ല എന്നുവരെ പരിശുദ്ധമായ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരമ്പര്യത്തെ പണയപ്പെടുത്തിയിട്ടല്ലേ ഷിർക്കിനെയും കുഫറിനെയും നീ ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോണത്? വല്ലാഹി സത്യം, പടച്ചവൻ ഇത് പൊറുക്കില്ല പൊന്നുപെങ്ങളെ. നബീന റസൂലുള്ളാഹി തങ്ങള് ഫീമാ യർവിഹി അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് റിവായത്ത് ചെയ്ത് പറയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ ലാ ഉബാലി ഗഫർതു ലക. നീ ഈ ഭൂലോകത്തോളം പാപം ചെയ്ത് എന്റെ മുന്നിലേക്ക് നാളെ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാം. വലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ ثم تشرك بي لا أبالي. ഈ ഭൂലോകത്ത് മുഴുവനും പാപവും ചെയ്ത് ശിർക്കും വെച്ചിട്ട് എന്റെ മുന്നിലേക്കാണ് നീ വരുന്നതെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല, നിനക്ക് ഞാൻ പുറത്തു തരികയേ ഇല്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നമ്മൾ അറിയിച്ചു തന്നിരിക്കുകയാണ്.